ഹലോ ഫ്രണ്ട്സ്, ഫ്രണ്ട്ലി PSCയുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആര്യ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൽ എപ്പോഴും ചോദിക്കുന്ന ചിഹ്നങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ PSC എപ്പോഴും ആവർത്തിക്കുന്ന ചിഹ്നങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ചിലതൊക്കെ ഓർത്ത് വയ്ക്കാൻ ചെറിയ ചെറിയ കോഡുകളും പറയുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ചിഹ്നങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് എന്താണ്? ഒരു കുത്താണ്, മൊത്തമായിട്ടുള്ളൊരു സ്റ്റോപ്പ്, നിർത്തൽ എന്ന രീതിയിലാണ് ഫുൾ സ്റ്റോപ്പ് പറയുന്നത്. എന്താണ് അതിൻ്റെ മലയാളം? പൂർണ്ണ വിരാമം. വിരാമം എന്ന് വെച്ചാൽ നിർത്തൽ, പൂർണ്ണമായിട്ട് നിർത്തുക, പൂർണ്ണ വിരാമം. ബിന്ദു, ഇത് രണ്ടും പറയാറുണ്ട്. അപ്പോൾ പൂർണ്ണവിരാമമാണ് സാധാരണ ചോദിക്കാറ്. അപ്പോൾ ഫുൾ സ്റ്റോപ്പ്, പൂർണ്ണവിരാമം. പരീക്ഷയ്ക്ക് പൂർണ്ണവിരാമമാണ് കൂടുതലും ചോദിക്കാറ്. ഓക്കെ, അടുത്തത് രണ്ട് കുത്ത്. രണ്ട് കുത്തിന് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? കോളൻ എന്നാണ് പറയുക. അപ്പോൾ കോളനെ മലയാളത്തിൽ നമ്മൾ അപൂർണ വിരാമം എന്ന് പറയുന്നു, അതുപോലെ ഭിത്തിക എന്നും പറയുന്നു. അപ്പോൾ PSC കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഈ ഭിത്തിക എന്ന വാക്കാണ്. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഭിത്തിക ഏത്, അല്ലെങ്കിൽ ഈ ചിഹ്നം ഇങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ പേരെന്താണ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ രണ്ട് കുത്ത് ഭിത്തിക. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഭിത്തിക്ക് രണ്ട് കുത്തിടുക. അപ്പോൾ ഭിത്തിക്ക് രണ്ട് കുത്തിടുക എന്ന് ഓർത്താൽ ഭിത്തിക ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഭിത്തിക രണ്ട് കുത്ത് അഥവാ കോളൻ. അപ്പോൾ ഇംഗ്ലീഷിലെ ടേമും പഠിച്ചു വെച്ചേക്കാം, കോളൻ. അടുത്തത് ഒരു കുത്തും ഒരു കോമയും. എന്താണത്? സെമി കോളനാണ്. അപ്പോൾ സെമി കോളനെ അർത്ഥവിരാമം എന്ന് പറയുന്നു, അതുപോലെ രോധിനി എന്ന് പറയുന്നു. ഇവിടെയും രോധിനി എന്ന വാക്കാണ് PSC കൂടുതൽ ചോദിക്കാറ്. അപ്പോൾ രോധിനി എന്ന് വെച്ചാൽ ഒരു കുത്തും ഒരു കോമയും. അപ്പോൾ നമ്മുടെ ഹിന്ദിയിൽ രോന എന്താണ്? രോന കരയുക എന്നാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ കുത്തും ഈ കോമയും നമുക്ക് ഒരു കുത്തും ഒരു തട്ടും കിട്ടുമ്പോൾ നമ്മൾ കരയുക എന്ന് ഓർത്താൽ മതി. അപ്പോൾ കരയുക, രോന, രോധിനി, അതങ്ങനെ ഓർക്കാം. അപ്പോൾ നമുക്ക് ഒരു കുത്തും ഒരു തട്ടും കൂടെ കിട്ടുമ്പോൾ നമ്മൾ കരയുന്നു. എന്താ? രോന. അതിൽ നിന്ന് രോധിനി എന്ന് വെച്ചാൽ ഒരു കുത്തും ഒരു കോമയും ആണെന്ന് ഓർക്കുക. ഓക്കെ, അതുപോലെ രണ്ട് കുത്ത് അഥവാ കോളൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പോൾ എന്താ തുല്യ പ്രാധാന്യമുള്ള വാക്യങ്ങളുടെ ഇടയിലാണ്. രണ്ട് കുത്ത് അഥവാ കോളൻ തുല്യ പ്രാധാന്യമുള്ള വാക്യങ്ങളുടെ ഇടയിലാണ് ഉപയോഗിക്കുക. അതുപോലെ ഒരു കുത്ത് ഒരു കോമയും ആയിട്ടുള്ള സെമി കോളൻ അഥവാ രോധിനി ഉപയോഗിക്കുന്നത് മഹാവാക്യത്തിൽ തുല്യ പ്രാധാന്യമുള്ള ഉപവാക്യങ്ങളുടെ ഇടയ്ക്കാണ്. ഓക്കെ, അതൊന്നും ചോദിക്കില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത് കോമ. കോമയ്ക്ക് എന്താണ് പറയുന്നത്? അല്പവിരാമം എന്ന് വെച്ചാൽ അല്പം നിർത്തലല്ലേ. ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ കോമയിട്ട് എഴുതുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഒരെണ്ണം വായിച്ചിട്ട് കുറച്ച് നിർത്തിയിട്ട് അടുത്ത വായിക്കും അല്ലേ. ഇപ്പോൾ അങ്ങനെ പറയുന്നതിനാണ് അല്പവിരാമം എന്ന് പറയുന്നത് ആ ചിഹ്നത്തിന്. അതിനെ അങ്കുശം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അങ്കുശം എന്ന വാക്കാണ് PSC കൂടുതൽ ചോദിക്കാറ്. അപ്പോൾ കോമയ്ക്ക് എന്താണ്? അങ്കുശം. അങ്കുശം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുക? അങ്കുശം എന്ന് വെച്ചാൽ ആനത്തോട്ടിയാണ്. ഇപ്പോൾ ആനപ്പാപ്പാന്മാരുടെ കയ്യിൽ ഒരു വടി വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഇതിങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ ആനയെ കൊണ്ടു നടക്കുമ്പോൾ ആനയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആനയെ നിയന്ത്രിക്കാൻ അത് വെച്ച് വലിക്കുമ്പോൾ ആന കുറച്ച് നിൽക്കും. എന്ന് വെച്ചാൽ ഇച്ചിരി സ്പീഡിലൊക്കെ പോകുമ്പോഴാണ് ഈ പാപ്പാന്മാർ ഇത് വെച്ചിട്ടൊന്ന് വലിക്കുക. അപ്പോൾ ആന അവിടെ നിൽക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ വാക്കുകൾ സ്പീഡിൽ പോകുമ്പോൾ അതിനെ ഒന്ന് ഈ ആനത്തോട്ടി കൊണ്ട് വലിച്ചു നിർത്തുന്ന പോലെ ഒരു നിർത്തലിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നമാണ് നമ്മുടെ കോമ അഥവാ അങ്കുശം. അപ്പോൾ ആ ആനത്തോട്ടിയുടെ ആകൃതി വെച്ച് നമുക്ക് അങ്കുശം പഠിക്കാം. അങ്കുശം എന്ന് വെച്ചാൽ ആനത്തോട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു വടി വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഇതിങ്ങനെ ഒരു കോമ പോലത്തെ ഒരു ചിഹ്നമാണ് ഈ ആനത്തോട്ടിക്കുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അങ്കുശം ഓർത്ത് വയ്ക്കുക. എന്ന് വെച്ചാൽ കുറച്ച് നിർത്തുക എന്നുള്ളൊരർത്ഥമാണ് അല്പവിരാമം. അങ്കുശം എന്ന വാക്കാണ് PSC കൂടുതൽ ചോദിക്കുന്നത്. അതുപോലെ രോധിനി എന്ന വാക്കാണ് കൂടുതൽ ചോദിക്കുന്നത്. ഭിത്തിക, പൂർണ്ണവിരാമം, ഇത്രയും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ചിഹ്നം അപ്പോസ്ട്രഫി. അപ്പോസ്ട്രഫിയുടെ മലയാളമാണ് വിശ്ലേഷം, അതുപോലെ ലുപ്തചിഹ്നം എന്ന് പറയും. ലുപ്തചിഹ്നം, വിശ്ലേഷം. ഇപ്പോൾ വിശ്ലേഷത്തിൻ്റെ അർത്ഥം കുറഞ്ഞു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ എന്നൊക്കെ ഒരർത്ഥമാണ്. അപ്പോൾ എന്തോ കുറവ് സംഭവിച്ച എന്നൊരർത്ഥമാണ് വിശ്ലേഷത്തിന് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറവ് സംഭവിക്കുന്നതല്ലേ നമ്മൾ പിശുക്കി എന്ന് വെച്ചാൽ കുറച്ചുള്ളതെന്ന് ആ ഒരു മീനിങ്ങിലായിരിക്കാം ലുപ്തചിഹ്നവും പറയുന്നത്. അപ്പോൾ വിശ്ലേഷം, ലുപ്തചിഹ്നം. ഇപ്പോൾ നമ്മൾ ആര്യാസ് എന്ന്, ഇപ്പോൾ ഈ ഒരു ചിഹ്നത്തെയാണ് അപ്പോസ്ട്രഫി ഇട്ട് എഴുതുന്നത്. അപ്പോൾ അപ്പോസ്ട്രഫി ഇട്ട് എസ് എഴുതുമ്പോൾ ആര്യാസ് എന്ന് വെച്ചാൽ ആര്യയുടെ എന്ന് വലിച്ചു നീട്ടി എഴുതുന്നതിലും എളുപ്പം നമുക്ക് കാര്യം മനസ്സിലാക്കാൻ ആര്യാസ് എന്ന് ഇതുകൊണ്ട് മനസ്സിലാവില്ലേ. അപ്പോൾ അതിൽ നിന്ന് അപ്പോസ്ട്രഫി വിശ്ലേഷം ആണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ വിശ്ലേഷം എന്ന പദമാണ് PSC കൂടുതൽ ചോദിച്ചേണ്ടത്. അടുത്തത് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ മലയാളം വാക്കാണ് കാകു. അപ്പോൾ കാകു ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. നമുക്ക് തൽക്കാലം
ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ, ഇതിങ്ങനത്തെ ഒരു ചിഹ്നമാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഈ കാക്കയൊക്കെ വരയ്ക്കാൻ നേരത്തെ എന്താണ്, ആദ്യം ഇതിങ്ങനെ വരയ്ക്കും, എന്നിട്ട് ഇങ്ങനെ നീട്ടി ചുണ്ടൊക്കെ വെച്ചിട്ട് കാക്ക എന്നൊരു രീതിയിൽ വരച്ച് വയ്ക്കും. അപ്പോൾ അതിൽ നിന്ന് ഈ ചിഹ്നത്തിൽ നിന്ന് കാക്കയുടെ വരയ്ക്കുന്ന അഥവാ കാക്കയുടെ ചുണ്ട എന്നുള്ള രീതിയിൽ കാക്കു ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഈ ചിഹ്നം ക്വസ്റ്റ്യൻ മാർക്ക് കാക്കുവാണ്, പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്നതാണ്. കാക്കു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഈ ചിഹ്നം എന്താണ് അതിൻ്റെ പേര്, നമ്മൾ ഇംഗ്ലീഷിൽ ക്യാരറ്റ്, അതിൻ്റെ മലയാളം വാക്കാണ് പാടിനി എന്നും ഹംസപാദം എന്നും. പാടിനിയാണ് കൂടുതലും ചോദിക്കാറുള്ളത്, പാടിനി. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒരു പക്ഷിയുടെ കാലൊക്കെ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയല്ലേ, ഇപ്പോൾ ഈ പക്ഷിയുടെ തന്നെ കാല് നമ്മളിതിങ്ങനെ വരയ്ക്കും. അപ്പോൾ ഈ പക്ഷി കാലുമായിട്ട് നടന്നു കഴിയുമ്പോൾ ഒത്തിരി പാട് വരില്ലേ മുറ്റത്തൊക്കെ, അപ്പോൾ അതിൽ നിന്ന് പാടിനി എന്നൊരു ടേം കേൾക്കുമ്പോൾ തന്നെ മറ്റേ പക്ഷിയുടെ കാല് നോർത്ത് വയ്ക്കുക. അതുപോലെ ഹംസപാദം, ഇപ്പോൾ ഹംസം പക്ഷിയാണല്ലോ, അപ്പോൾ അതിൻ്റെ പാദം ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ വരയ്ക്കുന്നത്, അപ്പോൾ അത് ഹംസപാദമാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നോ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയാൽ അത് എഴുതി ചേർക്കാൻ വേണ്ടി. ഇപ്പോൾ മലയാളം എന്നൊരു വാക്കാണ്, മലയാളം, അതിലൊരു കുറവ് സംഭവിച്ചു. എന്താണ്, ലാ എഴുതാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ക്യാരറ്റ് അഥവാ പാടിനി ഹംസപാദം ഇട്ടിട്ട് ഇവിടെ ലാ എഴുതും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ലാ അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അതിനാണ് നമ്മൾ ക്യാരറ്റ് എന്ന് വെച്ചാൽ തിക്കി കയറ്റി എഴുതി വയ്ക്കുക അതിന് വേണ്ടിയിട്ടാണ് പാടിനി ഹംസപാദം അഥവാ ക്യാരറ്റ് ഉപയോഗിക്കുക. അടുത്തത് ഹൈഫന് നമ്മൾ കോമൺ യൂസ് ചെയ്യുന്നതാണ്. ഹൈഫൻ, ശൃംഖല എന്താണ്, ഇങ്ങനെ പോകുന്നതിനാണ് ശൃംഖല എന്ന് പറയുന്നത്, ഒരു ചെയിൻ പോലെ. അപ്പോൾ ഹൈഫൻ ശൃംഖലയാണെന്ന് നമുക്ക് അതിൽ നിന്ന് ഓർക്കാമല്ലോ. ഓക്കെ, അടുത്ത ചിഹ്നമാണ് ഇങ്ങനെ ചരിവ് വര, സ്ലാഷ് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ മലയാളം വാക്കാണ് വികൽപ്പം, കർണരേഖ, ചരിവ് വര. അതിൽ കർണരേഖയും വികല്പവുമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്ക് അതിനെ ഓർത്ത് വയ്ക്കാം. നമ്മളിപ്പോൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന്. അപ്പോൾ പാദത്തിൻ്റെയും ലംബത്തിൻ്റെയും സ്ക്വയറാണ് എന്ത്, ഈ ചരിവ് വര അഥവാ കർണം എന്നറിയപ്പെടുന്നത്. അറിയാലോ പൈതഗോറസ് തിയറം. അപ്പോൾ അതിൽ ഇങ്ങനെ ചരിച്ച് വരയ്ക്കുന്ന രേഖയല്ലേ കർണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ കർണരേഖ ഇതുപോലെ ചരിച്ച് വരയ്ക്കുന്ന രേഖയാണെന്ന് അതിൽ നിന്ന് ഓർക്കാം. അതുപോലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇത് ABC ആണ്. ഒരാൾക്ക് സിയിൽ പോകണം, അപ്പോൾ അയാൾ എയിൽ നിന്ന് ബിയിൽ പോയിട്ട് പിന്നെ സിയിൽ വരുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് 7 കിലോമീറ്റർ സഞ്ചരിക്കണം എന്ന് വിചാരിക്കുക. എന്നാൽ അയാൾ നേരിട്ട് ഈ ചരിവ് വഴിയിൽ കൂടെ ചരിഞ്ഞ് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ കൂടെ സിയിൽ പോവുകയാണെങ്കിൽ അയാൾക്ക് ശരിക്കും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതിയാവും. അതിൽ നിന്ന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്പം പോയാൽ മതി എന്നുള്ള ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് വികല്പം ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ കർണരേഖയും കിട്ടി, വികല്പവും കിട്ടി. ഇപ്പോൾ ചരിച്ച് വരയ്ക്കുന്നതാണ് കർണം എന്നുള്ളതിൽ നിന്ന് ചരിവ് വരെയും കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ കൊട്ടേഷൻ മാർക്ക് എന്താണ്, ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ പറയുക. ഇപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ നോട്ട് എഴുതുമ്പോൾ ഇപ്പോൾ കവികളുടെ വാക്യങ്ങൾ അതുപോലെ കഥാപാത്രങ്ങൾ പറയുന്നത് അതുപടി എഴുതണമെങ്കിൽ എന്താണ്, കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ട് അതിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ മറ്റൊരാൾ ഉദ്ധരിക്കുന്നത് അതുപടി എഴുതാൻ ഉപയോഗിക്കുന്നത് ഏതാണ്, ഉദ്ധരണി അഥവാ കൊട്ടേഷൻ മാർക്ക്. ഇതിൽ നിന്ന് ഉദ്ധരണി ഓർക്കാമല്ലോ. അടുത്തത് ഈ ഒരു ചിഹ്നം, ഇത് നമ്മുടെ സംസ്കൃതത്തിലുള്ള ചിഹ്നമാണ് ഇത്. അപ്പോൾ ഈ ഒരു ചിഹ്നം വരുമ്പോൾ അത് വായിക്കുന്ന സമയത്ത് നീട്ടി ഉച്ചരിക്കണം, ആ ഈ എന്നൊക്കെ കുറച്ച് നീട്ടി ഉച്ചരിക്കണം എന്നാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിന് പറയുന്നതാണ് പ്രശ്ലേഷം. അപ്പോൾ ഈ സംസ്കൃതത്തിൽ നിന്ന് വരുന്ന പദങ്ങൾ ഉച്ചരിക്കുന്നത് നമുക്ക് കുറച്ച് പ്രശ്നം പിടിച്ച സാധനമാണല്ലോ, ഉച്ചാരണം കുറച്ച് പാടാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് പ്രശ്നം പിടിച്ചത് എന്നുള്ളത്, ഈ ചിഹ്നം പ്രശ്നം പിടിച്ചത് എന്നുള്ളതിൽ നിന്ന് പ്രശ്ലേഷം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് ബ്രാക്കറ്റാണ്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ മലയാളം എന്താണ്, വലയം എന്നാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു വട്ടം വരച്ചിട്ട് ഇവിടെയും തുടച്ചെടുക്കുമ്പോഴല്ലേ നമ്മുടെ ബ്രാക്കറ്റ് ആവുന്നത്. അപ്പോൾ വട്ടത്തിൽ നിന്ന് തുടച്ചെടുക്കുമ്പോൾ കിട്ടുന്നതെന്നുള്ള രീതിയിൽ വലയം ബ്രാക്കറ്റാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റാണ്. സ്ക്വയർ ബ്രാക്കറ്റിന് എന്താണ്, കോഷ്ടം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കോഷ്ടം നമുക്ക് തൽക്കാലം കോട്ടം എന്ന് ആലോചിക്കാം, കോട്ടം. അപ്പോൾ നമ്മുടെ ഈ വലയ ബ്രാക്കറ്റിൻ്റെ ഇവിടെ ഒരടി കൊടുത്ത് ഇവിടെ ഒരടി കൊടുത്ത് ഇവിടെ അടി കൊടുത്ത് ഇവിടെ അടി കൊടുത്ത് കോട്ടിയെടുക്കുന്നതല്ലേ നമ്മുടെ ഈ സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ അതിൽ നിന്ന് അടിച്ചടിച്ച് കോട്ടിയെടുക്കുക എന്നുള്ളതിൽ നിന്ന് കോഷ്ടം ഇങ്ങനെ ഓർത്ത് വയ്ക്കുക സ്ക്വയർ ബ്രാക്കറ്റിന്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ചിഹ്നമുണ്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതാണ് നമ്മളുടെ അത്ഭുത ചിഹ്നം എന്നറിയപ്പെടുന്ന ആശ്ചര്യ ചിഹ്നം അഥവാ
വ്യാക്ഷേപക ചിഹ്നം എന്നറിയപ്പെടുന്ന വിക്ഷേപണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിഹ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആശ്ചര്യചിഹ്നം എന്ന് ചോദിക്കാം. അതുപോലെ നമ്മൾ ദ്യോതകത്തിൻ്റെ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ഗതി, ഘടകം, വ്യാക്ഷേപകം, കേവലം. അതിൽ വ്യാക്ഷേപകം എന്താണ് പഠിച്ചത്? പറയുന്ന ആളിൻ്റെ മനോവികാരത്തെ കാണിക്കുന്നതാണ് നമ്മുടെ വ്യാക്ഷേപകത്തിൽ വരുന്നത്. കാണിക്കുന്ന ദ്യോതകമാണ് നമ്മുടെ വ്യാക്ഷേപകം. അപ്പോൾ ഇപ്പോൾ ഹാ, അമ്പോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഹാ കഴിഞ്ഞിട്ട് എന്താണ് ഈ ഒരു ചിഹ്നം വരും. അപ്പോൾ ഇതിനെയാണ് വ്യാക്ഷേപകത്തിൽ വരുന്ന ഈ ചിഹ്നത്തെയാണ് നമ്മൾ വിക്ഷേപണി എന്ന് പറയുക. അതുപോലെ ആശ്ചര്യചിഹ്നം, സ്തോഭചിഹ്നം എന്നൊക്കെ പറയാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചിഹ്നം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചിഹ്നത്തിൻ്റെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായി, ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഫ്രണ്ട്ലി PSC സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ആപ്പായ ഐലൻഡ് കേരള PSC ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, താങ്ക് യു.